നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ ഇങ്ങനെ ഒരു ചടങ്ങിന് തന്നെ കാരണക്കാരനായിട്ടുള്ള വൈഭവ്, അതോടൊപ്പം തന്നെ ബിനുചേട്ടൻ, എനിക്ക് വേദിയിലിരിക്കുന്ന മറ്റാളുടെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, വേദിയിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ. എ ഡിവൈൻ വോയേജ് എന്ന പുസ്തകം ഇന്ന് നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലളിത സഹസ്രനാമത്തെ ആസ്പദമാക്കി നമ്മുടെ വൈഭവ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ലഘുവാഖ്യാനം, ലഘുവായിട്ടൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടുതലുണ്ട്. വ്യാഖ്യാനമാണ് ഈ പുസ്തകം എന്നുള്ളതാണ്. ഞാനിപ്പോഴാണ് പുസ്തകം എന്ന് മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിൻ്റെ തിരക്കിലാണ്. ദീർഘമായൊരു പ്രസംഗത്തിലേക്കും പോകില്ല. പ്രസംഗമല്ല, ഇവിടെ പ്രിയപ്പെട്ട ജേക്കബ് സാറുണ്ട്, സാറ് നിർവഹിക്കും. നമ്മുടെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കയ്യെഴുത്ത് പ്രതി പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വൈഭവിനെ പ്രത്യേകമായി അഭിനന്ദിച്ചിട്ടുണ്ട്, അതിന് പ്രത്യേകമായ കുറിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും വൈഭവ് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ടൊരു കാര്യമാണ്, 14-ാം വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ 14-ാം വയസ്സിൽ സൂര്യവംശി എന്ന് പറയുന്ന, അല്ലേ, വൈഭവ് സൂര്യവംശി, അതും ഒരു വൈഭവാണ്. വൈഭവ് സൂര്യവംശി ലോകോത്തര ബോളർമാർ സിക്സർ വായിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അടുത്തിടയ്ക്ക് ഒരു 14-കാരൻ കഴിഞ്ഞു. ഇവിടെ 12 വയസ്സുള്ള നമ്മുടെ വൈഭവ് മറ്റൊരു വൈഭവാണ് വൈഭവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരു വലിയ ലളിതാ സഹസ്രനാമം എന്നുള്ളത് വാക്കിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അധിപതിയായിട്ടാണ്, അത്തരമൊരു പ്രഭയായിട്ടാണ് ലളിതാംബിക ദേവിയെ നമ്മൾ കാണുന്നത്. ജ്ഞാനവിഗ്രഹമെന്നും വിദ്യയും എന്നൊക്കെയുള്ള നിരവധിയായ വിശേഷണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ശാരദാ മന്ദിരത്തിലാണ്. ശാരദാ മന്ദിരം ജോൺസൺ സാറ് ഇരിക്കുമ്പോൾ തന്നെ വെറുതെ ഒരു പേരല്ലല്ലോ, നമുക്ക് വേണേൽ അപ്പുറവും ഇപ്പുറവും എന്നുള്ള നിലയിൽ പറയാൻ കഴിയും. ലളിതാംബിക അമ്മയും അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ശാരദാ ദേവി എന്ന് പറയുന്നത് ഒരാൾ വിദ്യയും മറ്റൊന്ന് ഇച്ചിരി ശക്തി കൂടുതലുള്ള ആളും എന്നുള്ള നിലയിൽ നമുക്ക് കാണാം. ഒരാൾ വിദ്യയുടെ ഭാഗമായിട്ടും. അപ്പോൾ ഇത്തരമൊരു വിദ്യയുടെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പേര് ശാരദാ മന്ദിരം എന്ന പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരിടത്ത് നിന്ന് തന്നെയാണ് ഈ യാത്ര തുടങ്ങുന്നത്. അതെ, ഭൗതിക ശരീരവും ഇവിടെ തന്നെയാണ്. അപ്പം ആ ഒരു യാത്രയാണ്. ഈ യാത്ര ഈ നാടിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായി വളർന്നു വരാൻ, ഭാവിയിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ നാടിൻ്റെ പേര് അവരുടെ പേരിനോട് ചേർത്ത് വെച്ചറിയപ്പെടാൻ കഴിയുന്ന നിലയിലേക്ക് വളരുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അഭിമാനകരമായി നാടിനെ വൈഭവിലൂടെ അറിയപ്പെടാൻ കഴിയുന്ന നിലയിലേക്ക് വളരട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ സഹസ്രനാമവുമായി ബന്ധപ്പെട്ട് ഭക്തിയുടെ ഒരു തലത്തിൽ മാത്രമല്ല, പലപ്പോഴും ചിലപ്പോൾ അങ്ങനെയാണ്, ഭക്തിയുടെ തലത്തിൽ മാത്രമാണ് എപ്പോഴും കാണുന്നത്. ഒരു സ്ത്രീ ശക്തിയുടെ ആഘോഷം കൂടിയാണ് ലളിതാ സഹസ്രനാമം എന്നുള്ളത്. 1000 നാമങ്ങളിലൂടെ ദേവിയെ വർണ്ണിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ കരുത്തായ സ്ത്രീയെ അടയാളപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണനയും ആദരവും ഒക്കെ നൽകേണ്ടതിൻ്റെ വലിയ പാഠം ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നുണ്ട്. ബുദ്ധി, സ്ത്രീയുടെ ബുദ്ധി, കരുണ, പോരാട്ടവീര്യം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടക്കുക, അറിവിലേക്ക് നടക്കുക. അപ്പോൾ വൈഭവ് ഈ 12-ാം വയസ്സിൽ തന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ, കൂടുതൽ അറിവ് നേടാൻ, കൂടുതൽ പുരോഗമനം, അതല്ലേ ഓരോ പുരോഗമനമായ ചിന്തയിലേക്ക്. ഇപ്പം എന്നെ വിളിക്കുമ്പോൾ നമുക്കങ്ങനെയല്ലേ, പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ആ വെളിച്ചത്തിലേക്ക് വരികയും ആ ഓരോ അറിവിനെ, ഇവിടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വലിയ അറിവാണ് ഓരോ വരികളിലൂടെയും കിട്ടുന്നത്. ആ അറിവിനെ എല്ലായിടങ്ങളിലേക്കും എത്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. ഓരോ പ്രവൃത്തിയും പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകുന്ന നിലയിലേക്ക് മാറിത്തീരട്ടെ. പുതിയ തലമുറയുടെ ചില വശങ്ങളെക്കുറിച്ച് വന്നു, അവിടെയാണ് വൈഭവിനെ പോലെയുള്ള മാതൃക നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. ഒരു വശത്ത് തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ മറുവശത്ത് അതിന് ബദലായി ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വൈഭവ് അതിന് മാതൃകയാണ് എന്ന്
ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ അഭിമാനത്തോടെ ഈ അവസരത്തിൽ എനിക്ക് പറയാൻ കഴിയും. വിശ്വാസം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശമാണ്. എന്നാൽ ആ വിശ്വാസം മറ്റുള്ളവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും സമാധാനവും ശാന്തിയും നിറഞ്ഞ നാടായി സമൂഹമായി മാറ്റിയെടുക്കാനും കഴിയുന്നതാണ്. ഓരോ മതവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ചില ആളുകൾ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റായി പോകുന്നു എന്നുള്ളത് ചില ആൾ, എന്നാൽ ഭൂരിപക്ഷം അങ്ങനെയല്ല. അപ്പോൾ എല്ലാ നിലയിലും നമുക്ക് നന്മയോടെ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലയിലേക്ക് മാറിത്തീരാൻ സാധിക്കട്ടെ. ഈ അവസരത്തിൽ എന്നെ കൂടി വിളിച്ചതിലുള്ള സന്തോഷം ഈ അവസരം പങ്കുവെക്കുന്നു. വരാൻ കഴിയുന്നില്ല എന്നാണ്. പക്ഷേ എന്നെ വിളിച്ചപ്പോൾ അഭിലാഷേട്ടനാണ് എന്നെ വിളിക്കുന്നത്. അഭിലാഷേട്ടൻ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു പരിപാടി ഏറ്റിട്ടില്ല എന്ന് ഞാൻ തുറന്നു പറയുകയായിരുന്നു. കാരണം ഞാൻ പരിപാടി ഏറ്റിട്ടില്ല, അഭിലാഷേട്ടൻ്റെ പരിപാടി ഞാൻ ഏറ്റിട്ടില്ല. സജിനി മാഡം വിളിക്കുമ്പോഴും എനിക്കറിയില്ല എന്ന്. പക്ഷേ മായ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാണാം. കാരണം മായ ചേച്ചി ചോറ്റാനിക്കരമ്മയുടെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആളാണ്, ഒരു കുടുംബം പോലെ കാണുന്ന. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയാം, കാരണം എന്നോട് ഇത്തരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. തീർച്ചയായും വൈഭവിൻ്റെ ഒപ്പം കുറച്ച് നേരം ഇരിക്കാൻ കഴിഞ്ഞതിലുള്ള അങ്ങനെയാണ്. വൈഭവിൻ്റെ ഒപ്പം എനിക്ക് ആ 12-ാം വയസ്സ് ഇങ്ങനെയൊന്നും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായും വൈഭവിൻ്റെ ഒപ്പം ഇരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുന്നു. വൈഭവ് നാടിൻ്റെ വെളിച്ചമായി മാറിത്തീരട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എപ്പോഴും കൂടെ നിൽക്കാൻ രക്ഷകർത്താക്കൾ ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സാറേ, ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു 3-ാം റാങ്ക് കിട്ടിയ ഒരു കുഞ്ഞിനെ ആദരിക്കാൻ പോയി. പാലമേൽ പഞ്ചായത്തിലാണ്. 3-ാം റാങ്കാണ് ഹിന്ദിക്ക് കിട്ടിയത്. 1.5 മാർക്കിൻ്റെ കുറവ് കണ്ടാണ് 1-ാം റാങ്ക് നഷ്ടപ്പെട്ടത്. ഞാനവിടെ ചെല്ലുമ്പം 1-ാം റാങ്ക് കളഞ്ഞു പോയല്ലോ എന്നുള്ളതിൻ്റെ പരിതമായിരുന്നു രക്ഷകർത്താക്കൾക്കുണ്ടായിരുന്നു. അല്ല, 3-ാം റാങ്ക് കിട്ടിയതിനുള്ള സന്തോഷമല്ല, ആ 1.5 മാർക്കിന് പോയല്ലോ എന്നുള്ളതാണ് പ്രശ്നം. ഇതാണ് പലപ്പോഴും നമ്മുടെ രക്ഷകർത്താക്കൾക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കുഞ്ഞിനെ സ്വാമി വിവേകാനന്ദൻ സൂചിപ്പിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ മാന്ത്രിക ശക്തിയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവരാണ്. അപ്പം ആ അത്ഭുതമാണ് വൈഭവിലൂടെ നമുക്ക്, ആ മാന്ത്രിക ശക്തിയാണ് നമുക്ക് വൈഭവിലൂടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായും അവരെ അങ്ങനെ വളർത്തിയെടുക്കാൻ നല്ല ബാക്കപ്പ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ ഏറ്റവും ഭംഗിയായി അത് ചെയ്യുന്നു എന്നുള്ളത്, കൂടുതൽ പ്രചോദിപ്പിക്കുന്നു എന്നുള്ളത്, ഊർജം കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെയൊക്കെ മാറിത്തീരാൻ മറ്റ് രക്ഷകർത്താക്കളും, ഒരുപാട് രക്ഷകർത്താക്കളുണ്ട്, എന്നാലും രക്ഷകർത്താക്കൾക്ക് ഞാൻ ആ മറ്റൊരു രക്ഷകർത്താക്കളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പം വൈഭവിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, വൈഭവിന് മുന്നോട്ട് കുതിക്കാനുള്ള ചാലകശക്തിയായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, കുടുംബത്തെയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.